നമസ്കാരം, വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ ശ്രീനാരായണ സാഹിത്യ മത്സരങ്ങൾ നടന്നു. വെള്ളിയാഴ്ച നാട്ടിലേക്ക് വരാനിരിക്കെ ചാവക്കാട് പുത്തൻ കടപ്പുറം സ്വദേശി അബുദാബിയിൽ മരിച്ചു. കിഴുപ്പുള്ളിക്കരയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികന്റെ മൃതദേഹം വീടിനുള്ളിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ഡിസ്ട്രിക്ട് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024-25 തൃപ്രയാർ TSGS സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 8 തിങ്കളാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ ശ്രീനാരായണ സാഹിത്യ മത്സരങ്ങൾ നടന്നു. സാഹിത്യ മത്സരം നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ ഭദ്രദീപം കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. ജീവിത വിജയത്തിനായി ഗുരുവിന്റെ പഞ്ചശുദ്ധിയെക്കുറിച്ചും ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തെക്കുറിച്ചും ഉദ്ഘാടക സംസാരിച്ചു. ഗുരുവിനെ നമ്മൾ നോക്കുമ്പോൾ ഗുരു കൈവരിക്കാത്ത ഒരു മേഖലകളുമില്ല. ഗുരു ഒരു കർമ്മയോഗിയും ജ്ഞാനയോഗിയും രണ്ടും ഒരാളിൽ സമ്മേളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണത്. അത്തരത്തിലുള്ള ഒരു സമ്മേളനമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൽ കാണുന്നത്. നമുക്ക് ഒരു മനുഷ്യനെ ദൈവം എന്നതിൽ ദേവൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി പക്ഷേ ലോകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. ജയന്തി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് AV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. PK സുഭാഷ് ചന്ദ്രൻ, TK ദയാനന്ദൻ, സുരേഷ് കുമാർ N, ബൈജു ഇയാനി, ദിവാകരൻ കൊടപ്പള്ളി, അംബിക ടീച്ചർ തുടങ്ങിയവർ അധ്യക്ഷവേദിയിൽ സന്നിഹിതരായിരുന്നു. സാഹിത്യ മത്സരം ജനറൽ കൺവീനർ CP രാമകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി CK സുഹാസ് നന്ദി പറഞ്ഞു. സുരേഷ് ഇയാനി, ബൈജു ഇയാനി, കോറോത്ത്, CR സുന്ദരൻ, KR രാജീവ്, യതീഷ് ഇയാനി, സഗീർ കാവുങ്ങൽ, ഉഷ ഗണേശൻ, ജയപ്രകാശ് വാണക്കടവി, അജയൻ തോട്ടുപുര, തങ്കമണി ത്രിവിക്രമൻ, സിന്ധു സിദ്ധപ്രസാദ്, ഉഷ അർജുനൻ എന്നിവർ നേതൃത്വം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത്. ദൈവദശകം, ഗുരുസ്തവം, കീർത്തനാലാപനം, ചിത്രരചന, ശ്രീനാരായണ ക്വിസ്, ഉപന്യാസ രചന എന്നീ ഇനങ്ങളിലായി 5 വേദികളിലായി 40ഓളം വിദ്യാലയങ്ങളിലെ 400ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗുരുദേവ ചിത്രം ആലേഖനം ചെയ്ത മൊമന്റോകൾ നൽകി. മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾക്കുള്ള ട്രോഫികൾ ആഗസ്റ്റ് 20 ഗുരുജയന്തി ദിനത്തിൽ വൈകിട്ട് ബഹുമാനപ്പെട്ട കേരള റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്ത സംസ്കാര സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച നാട്ടിലേക്ക് വരാനിരിക്കെ ചാവക്കാട് പുത്തൻ കടപ്പുറം സ്വദേശി അബുദാബിയിൽ മരിച്ചു. തിരുവത്ര പുത്തൻ കടപ്പുറം ആലിപ്പിരി ക്ഷേത്രത്തിന് തെക്ക് ഭാഗം താമസിച്ചിരുന്ന അമ്പലത്ത് വീട്ടിൽ ജലാൽ മകൻ 41 വയസ്സുള്ള അബ്ദുൾ മുനീമാണ് മരിച്ചത്. ഹൃദയാഘത്തെ തുടർന്നായിരുന്നു അന്ത്യം. 1 വർഷം മുമ്പാണ് ഇയാൾ നാട്ടിലെത്തി തിരിച്ചു അബുദാബിയിലേക്ക് മടങ്ങിയത്. കിഴുപ്പുള്ളിക്കരയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികന്റെ മൃതദേഹം വീടിനുള്ളിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. കിഴുപ്പള്ളിക്കര അഴിമാവിൽ താമസിക്കുന്ന കാളകുടത്ത് 63 വയസ്സുള്ള ബാബുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 5 ദിവസം പഴക്കം കാണുമെന്ന് നാട്ടുകാർ പറയുന്നു. ദീർഘകാലമായി സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലായിരുന്നു. കിടപ്പ് രോഗിയായ ബാബുവിന് മരുന്ന് നൽകാനെത്തിയ പാലിയേറ്റീവ് പ്രവർത്തകയാണ് സംഭവം കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024-25 തൃപ്രയാർ TSGS സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 8 തിങ്കളാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷനും SNRS നാട്ടിക വിദ്യാലയവും സംയുക്തമായാണ് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ 15ഓളം ക്ലബ്ബുകളിൽ നിന്നായി ആൺകുട്ടികളും പെൺകുട്ടികളുമായി 400-ൽ പരം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഉന്നത വിജയം നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക്, സ്കോളർഷിപ്പ്, ക്യാഷ് അവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്,
ഗേലോ ഇന്ത്യ, യൂണിവേഴ്സിറ്റി ഗെയിംസ് തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുക്കുക വഴി സ്പോർട്സ് കോട്ടയിൽ ജോലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എന്നീ ആനുകൂല്യങ്ങളും നേടുവാൻ മത്സരാർത്ഥികൾക്ക് അവസരം ലഭിക്കും. കായികമേളയുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിക്കുമെന്നും പരിപാടിയിൽ തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് PN സുജിൻ അധ്യക്ഷത വഹിക്കുമെന്നും തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ബബിൽനാഥ് PG, SNRS പ്രിൻസിപ്പൽ ജയാബിനി PS, ഭാരവാഹി രഞ്ജിത്ത് AP, സുജിന്ത് PN തുടങ്ങിയവർ അറിയിച്ചു. മലമ്പാമ്പിനെ കൊന്ന് കറിവെച്ച ഇരിഞ്ഞാലക്കുട താളിയക്കോണം സ്വദേശി അറസ്റ്റിൽ. തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന് സമീപം താമസിക്കുന്ന എലമ്പലക്കാട്ടിൽ 42 വയസ്സുള്ള രാജേഷിനെയാണ് പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രജീഷ് PDയും സംഘവും പിടികൂടിയത്. പാലപ്പള്ളി റേഞ്ച് ഓഫീസർക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പ്രതി ആ സമയത്ത് വീട്ടിൽ ഇല്ലാതിരുന്നത് കൊണ്ട് 40ാം വാർഡ് മെമ്പർ TK ജയാനന്ദനെ സ്ഥലത്ത് വിളിച്ചു വരുത്തി മെമ്പറുടെ സാന്നിധ്യത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ചു വെച്ചതായി കണ്ടെത്തിയിരുന്നു. മലമ്പാമ്പിന്റെ ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ബയോലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കളിയക്കോണം പാടശേഖരത്തിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ പിടികൂടിയതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL, കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താ നേരം തുടരുന്നു. SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ആര്യനന്ദയെ ആദരിക്കലും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. ചാമക്കാല IHDP കോളനി പരിസരത്ത് നടന്ന പരിപാടിയിൽ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർ KS അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ഷാജഹാൻ അധ്യക്ഷത വഹിച്ച പരിപാടി കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. ശിവൻ നെന്മണിക്കര പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണികൃഷ്ണൻ കാതിക്കോട് ആശംസയും സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ഈ കോളനിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ച ആര്യനന്ദയ്ക്ക് നമുക്കൊരു വലിയ കയ്യോടുകൂടി ആര്യനന്ദയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ഒരു അനുമോദനം ഇവിടെയുള്ള ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു പ്രേരണയായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവരും നാളെ ആഗ്രഹിക്കും ചേച്ചിയിരിക്കുന്ന ആ ഒരു സീറ്റിൽ വന്നിരുന്ന് ഞങ്ങളെയും അനുമോദിക്കണം, എനിക്കും ആ അനുമോദനം കിട്ടണമെന്നുള്ള ഒരാഗ്രഹം അവരുടെ മനസ്സിൽ നമ്മളുടെ ഈ പരിപാടി കൊണ്ട് ഉണ്ടായാൽ നമ്മൾ ധന്യരായി. അതാണ് ഈ ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഈ ലോകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അല്ലേ, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അതിൽ നമ്മുടെ ജീവനും സ്വത്തിനും നമ്മളെ സ്നേഹത്തിനെയും സംരക്ഷിക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള പോലീസ്. അങ്ങനെയുള്ള ഈ കേരള പോലീസ് ഇങ്ങനെ നിങ്ങൾക്കൊപ്പം ഇരിക്കുന്നത് തന്നെ നിങ്ങൾ സാധാരണ ആളുകളല്ലാന്ന് നിങ്ങളെ സ്വയം ബോധ്യപ്പെടാനുള്ള അവസരമാണ്. കുന്നംകുളം പെരുമ്പിലാവിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഗതിയൂർ സ്വദേശി പയ്യൂർ മനയിൽ വീട്ടിൽ പരമേശ്വരന്റെ മകൻ 40 വയസ്സുള്ള അജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രി പ്രവേശിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ കോങ്ങാട്ടിൽ സതീശൻ മകൻ കർണനെ CPI നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ നേതാക്കളായ M സ്വർണലത, സജിനി പറൽ എന്നിവർ ചേർന്ന് ആദരിച്ചു. ചടങ്ങിൽ CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക, അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലൻ പറമ്പിൽ, AIYF നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ജിഹാസ്, നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗമായ സീമ രാജൻ, 4ാം വാർഡ്
ബ്രാഞ്ച് സെക്രട്ടറി കണ്ണൻ രാമനാഥൻ, മെമ്പർമാരായ ഉണ്ണി കാഞ്ഞിരപ്പറമ്പ്, സതീശൻ കോങ്ങാട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. നാട്ടിക ബീച്ച് റോഡ് നാട്ടുകാർ നന്നാക്കി. നാണം കെട്ട് പഞ്ചായത്ത് എന്ന് കോൺഗ്രസ്. തൃപ്പയാർ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വിവിധ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പഞ്ചായത്ത് നടപടി സ്വീകാര്യത്തിൽ പ്രതിഷേധിച്ച് നാട്ടിക ബീച്ച് റോഡ് പ്രതീകാത്മകമായി നാട്ടുകാർ നന്നാക്കി മാതൃകയായി. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നിരന്തരമായി പഞ്ചായത്തിനെതിരെ സമരമുഖത്തുണ്ടായിരുന്നു. എത്ര സമരം ചെയ്താലും നാണമില്ലാത്ത നിലപാടാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു വരുന്നത്. കോൺഗ്രസ് നടത്തിയ സമരം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് നാട്ടുകാർ നാട്ടിക ബീച്ച് റോഡ് പ്രതീകാത്മകമായി റോഡ് നന്നാക്കി പ്രതിഷേധിച്ചെന്ന് DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, P വിനു, AN സിദ്ധപ്രസാദ് എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നാട്ടികയിൽ പൊതുജനം ഇതുപോലെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേട് വന്നതെന്ന് നേതാക്കൾ പറയുന്നു. കുളമ്പു രോഗം, ചർമ്മമുഴ എന്നീ അസുഖങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത നിർവഹിച്ചു. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെയും ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെയും ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ സിംഗ് വാലാത്ത്, ഷിജി CK, KK സൈനുദ്ദീൻ, സുമന ജോഷി എന്നിവർ ആശംസകൾ സംസാരിച്ചു. ഡോക്ടർ ആര്യ TS സ്വാഗതവും AFO ബിജോയ് നന്ദിയും പറഞ്ഞു. അറ്റൻഡർ അനിത EG, രമേശ് PR എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നമ്മുടെ കുളമ്പിലാണെന്നുണ്ടെങ്കിലും വായിലാണെന്നുണ്ടെങ്കിലും നാവിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു കുളങ്ങൾ പോലെ പൊട്ടൽ പോലെ തൊലി പോകുന്ന അവസ്ഥ, ശരീരത്തിൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ കുളമ്പ് രോഗത്തിൽ നമുക്കിത് കാണിച്ചു വരാറുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഏകദേശം 1 ലക്ഷത്തോളം രൂപയൊക്കെ നല്ല ഇനം പശുക്കൾക്ക്, പ്രത്യേകിച്ച് സങ്കര ഇനം എന്ന് പറയാം, മിക്സ് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ഇനങ്ങൾക്കാണ് വലിയ തോതിലുള്ള തുക നൽകുക. ഇതിനാണ് ഏറ്റവും കൂടുതൽ കുളമ്പ് രോഗം കാണിക്കുന്നതും ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ പെരിഞ്ചേരിയിൽ കാട്ടുപന്നിയെ കണ്ടെത്തി. കൂനംപ്ലാക്കൽ ജോസിന്റെ വീട്ടിലുള്ള CCTV ദൃശ്യങ്ങളിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. ജോസിന്റെ മകൻ വിമൽ രാത്രി കാറിൽ വീട്ടിലെത്തിയപ്പോൾ ഇതിനെ നേരിട്ട് കണ്ടു. കാർ കണ്ട ഉടനെ മുറ്റത്തുണ്ടായിരുന്ന കാട്ടുപന്നി ഓടി മറഞ്ഞു. നാളുകൾക്ക് മുമ്പ് പ്രദേശത്ത് രാത്രിയിൽ കരടിയെ കണ്ടതായി പ്രചാരണമുണ്ടായിരുന്നു. കാട്ടുപന്നിയെ കണ്ട് തെറ്റിദ്ധരിച്ചതാകാം പ്രചാരണത്തിന് കാരണമെന്ന് കരുതുന്നു. ഇത് ആൺപന്നിയാണെന്ന് CCTV ദൃശ്യം കണ്ട വനം വകുപ്പിന്റെയും മാസ്റ്റർ ട്രെയിനർ CB ജോർജ് പറഞ്ഞു. ആൺപന്നികൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് സഞ്ചരിക്കാറുണ്ട്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഇവ അതിവേഗം പാഞ്ഞുവന്ന് തോറ്റകൾ കൊണ്ട് ആക്രമിക്കും. സാധാരണയായി നിരുപദ്രവകാരികളായ കാട്ടുപന്നികൾ അപൂർവമായി അപകടകാരികളാകാറുണ്ടെന്ന് വന്യ മൃഗസംരക്ഷണത്തിന് നിയമലംഘനത്തിന്റെ ഷെഡ്യൂൾ 3 ഉൾപ്പെട്ട കാട്ടുപന്നിയെ കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ശിക്ഷാർഹമാണ് ജോർജ് പറഞ്ഞു. കളഞ്ഞുപോയ സ്വർണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. മുരിയാട് പഞ്ചായത്ത് ആനന്ദപുരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ലാബ് ടെക്നീഷ്യൻ ലാവണ്യ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ കയറുമ്പോഴാണ് 2 പവനോളം വരുന്ന താലുമാല താഴെ വീണത്. ലാവണ്യ അത് പക്ഷെ അറിഞ്ഞിരുന്നില്ല. മാല താഴെ വീഴുന്നത് കണ്ട ഓട്ടോ ഡ്രൈവർ രതീഷ് തച്ചനാടൻ ഉടൻ തന്നെ അത് ആശുപത്രി ഓഫീസിൽ കൊണ്ടുകൊടുത്തു. പിറ്റേ ദിവസം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ശ്രീവത്സന്റെ സാന്നിധ്യത്തിൽ രതീഷ് മാല ലാവണ്യക്ക് കൈമാറി. രതീഷിനെ പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ നിജി വത്സൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, 1ാം വാർഡ് മെമ്പർ സുനിൽ കുമാർ എന്നിവർ വസതിയിലെത്തി അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ ശ്രീനാരായണ സാഹിത്യ മത്സരങ്ങൾ നടന്നു. വെള്ളിയാഴ്ച നാട്ടിലേക്ക് വരാനിരിക്കെ ചാവക്കാട് പുത്തൻ കടപ്പുറം സ്വദേശി അബുദാബിയിൽ മരിച്ചു. കിഴുപ്പുള്ളിക്കരയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികന്റെ മൃതദേഹം വീടിനുള്ളിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ഡിസ്ട്രിക്ട് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024-25 തൃപ്രയാർ
TSGS സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 8 തിങ്കളാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അധികൃതർ അറിയിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.